ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉല്ലാസ് പീച്ച്, ഉല്ലൂസ് ഫിഷിംഗ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വാടാനപ്പള്ളിക്ക് അടുത്തുള്ള ചേറ്റുവ എന്നുള്ള സ്ഥലത്തെ ഒരു പുലിമുട്ടിലാണ്. ഇന്ന് നമ്മൾ കടൽ ഫിഷിങ്, കടലിൽ പല്ലിക്കോര പിടിക്കാനാണ് എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം ചങ്ക് ബ്രോകളായ ഷിബു, ശങ്കരൻ എന്നിവരാണുള്ളത്. ആ ഒരു ഭാഗത്ത് കാണുന്നതാണ് ചേറ്റുവ ഹാർബർ. നമ്മൾ ചൂണ്ടയിടുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ ആളുകൾ പുലിമുട്ടുകളിൽ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഒരു ക്ലൗഡി ക്ലൈമറ്റ്, വെയിൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഫിഷിംഗ് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചേട്ടന്മാർ ഇവിടെ വല വീശുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് മീൻ കിട്ടുന്നുണ്ട്. പല്ലിക്കോരയല്ലേ ചേട്ടാ അത്? വെള്ളം നിറച്ച് പല്ലിക്കോരയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒക്കെ ചെറു സൈസ് ഉണ്ട്, വലുതുണ്ട്. ഇതിപ്പോൾ പല്ലിക്കോരയുടെ സീസണാണെന്ന് തോന്നുന്നുണ്ടല്ലേ ചേട്ടാ? അവർ പറയണ പല്ലിക്കോരയുടെ സീസണാണെന്നാണ്. കിടക്കണ പല്ലിക്കോര നമ്മൾ ചൂണ്ടയിടുന്ന ലൊക്കേഷനാണ് ഇഷ്ടം. അപ്പോൾ ഗൈസ്, നമ്മൾ ചൂണ്ട ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കുകൾ. നമ്മുടെ റീലുകളൊക്കെ അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചൂണ്ടകളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ചൂണ്ടയുള്ളത്. അപ്പോൾ ഇതെൻ്റെ ചൂണ്ട, ഇത് ശങ്കരൻ്റെ, ഇത് ഷിബുവിൻ്റെ. അപ്പോൾ നമ്മുടെ പല്ലിക്കോര വേട്ട ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആശാൻ വസ്ത്രം നിറഞ്ഞ് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആ ഒരു ഭാഗത്തായി ആദ്യം ചൂണ്ടയിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്പോട്ട് മാറ്റി. ഈ ഒരു പുലിമുട്ടിലെ ഏകദേശം ഒരു സ്ഥലഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഷിബു ചൂണ്ട എറിഞ്ഞിട്ടുണ്ട്. ഇനി ശങ്കരൻ എറിയാൻ പോവാണ്. ശങ്കര, ശങ്കരന് ഏറ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ആദ്യം ആരൊക്കെയാണ് മീൻ കിട്ടുന്നതെന്ന് നോക്കാം. ശങ്കരൻ്റെ ഏറ് നല്ല ലോങ്ങിൽ പോയിട്ടുണ്ട്. ഡ്രാഗ് ടൈറ്റല്ലേ ശങ്കര? തട്ടണ്ട. കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടുന്ന് നല്ല രീതിയിൽ ഞങ്ങൾ മീൻ പിടിച്ചതാണ്. ഇപ്രാവശ്യം ഒത്ത് കുറവാണെന്നാണ് തോന്നുന്നത്. ഇല്ല, മീൻ കിട്ടാൻ അധികം സമയം വേണ്ട. ബോട്ടുകളൊക്കെ കണ്ണം പിന്നെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അപ്പുറത്തെ ഒരു സൈഡിൽ കുറേ ആളുകൾ ചൂണ്ടക്കാരുണ്ട്. ആ ഭാഗത്ത് സമൂറടിക്കുന്നുണ്ടെന്നാണ് ആളുകൾ പറയണത്.
കടലിൽ മൊത്തം ഇഷ്ടംപോലെ ബോട്ടുകൾ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ച് ഭാഗ്യന്നിരിക്കുകയാണ്. ആകെ അരമണിക്കൂർ എടുത്ത് ആകെ ഒരെണ്ണാണ് കിട്ടിയത്. ഇന്ന് എന്തായാലും കൊത്തുകുറവാണ്, നമുക്കെന്തായാലും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ മീൻ നമ്മുടെ ശങ്കരൻ പിടിച്ചിട്ടുണ്ട്. ഇത് പല്ലിക്കോരയാണ്, ചെറുത്. ഗായ്സ്, നമുക്ക് മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷിബുവിന് ഒരു കൂരി അടിച്ചിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെള്ളക്കൂരിയാണ്. കാണിച്ചിട്ട് നല്ല സൂപ്പർ കൂരി, അത് വലിപ്പമുണ്ട്. അപ്പോൾ ഏകദേശം കൊത്ത് തുടങ്ങിയിട്ടുണ്ട്. ബോട്ടുകളൊക്കെ കുറവായില്ല, എന്നാലും ഉണ്ട്. ബോട്ടുകൾ വരണു പോണു, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആകെ കൂടെ കൊത്ത് കുറവാണ്. 3 മീനാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എൻ്റെ ചൂണ്ട സൈഡിൽ ഉടക്കി കിടക്കുകയാണ്. തിര ഇങ്ങനെ അടിക്കണത് കാരണം നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങിയെടുത്തില്ലെങ്കിൽ ആൾ വെള്ളത്തിൽ. ഈ ഒരു ഭാഗത്താണ് എൻ്റെ ചൂണ്ട ഉടക്കി കിടക്കുന്നത്. എന്തെങ്കിലും ഒരു കോലോ വടിയോ കിട്ടിയാലാണ് നമുക്കത് എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഈ ഭാഗത്താണ് എൻ്റെ ചൂണ്ട ഉടക്കുക. അപ്പോൾ ഒരു വടി അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ഏകദേശം കൊത്ത് തുടങ്ങി വിചാരിച്ചു. അതൊരു ബോട്ട് കടലിലേക്ക് പോകുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ശങ്കരന് വെള്ളക്കൂരി അത്യാവശ്യം വലിപ്പമുണ്ട്. എന്തായാലും വറക്കാനുള്ളത് ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തേക്ക് 60 കിലോമീറ്റർ ഞങ്ങൾ വന്നിട്ടാണ് ചൂണ്ടയിടുന്നത്. ഐസ് ബോക്സൊക്കെ കൊണ്ടാണ് ഞങ്ങളിന്ന് വന്നേക്കുന്നത്. കൊത്ത് കുറവാണ്. എന്തായാലും വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്. നോക്കാം, ഒന്നും ഇല്ലാണ്ട് നോക്കുന്നുണ്ട്. കിണറ്റിൽ ആകെ ഞങ്ങൾക്ക് കിട്ടിയേക്കണം മീൻ കൊത്ത് കുറവായ, അല്ലെങ്കിൽ ഇതൊക്കെ നിറഞ്ഞല്ലോ. ഇങ്ങനെ അപ്പം എൻ്റെ സ്റ്റിക്ക് ഒരു മുണ്ട് കയറി പിടിച്ചതാ. പെലാജിക് സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. ചൂണ്ട ഉടക്കാതിരിക്കാൻ വേഗം വലിച്ചതാ. അപ്പോൾ കൂട്ടുകാരെ, കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഈ പുലിമുട്ടിൽ ചൂണ്ട ഇടുന്ന കാരണം കല്ലും കൂട്ടല്ലേ. അപ്പോൾ എങ്ങനെ പോയാലും നമ്മുടെ ചൂണ്ട ഉടക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഷിബുവിൻ്റെ ചൂണ്ട ഉടക്കിയിട്ടുണ്ട്. അതിന് പൊട്ടിക്കുകയാണ്, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. ഡ്രാഗ് അതുപോലെ പൊത്തി പിടിച്ചിട്ട് ബലമായിട്ട് വലിക്കണം. വീട് ചെയ്തിട്ടാണ് പൊട്ടി കഴിയുമ്പോൾ ഒരു ഭാഗത്താണ് 60 mm ബ്രൈഡാണ് കിടക്കുന്നത്. പൊട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. വീട് ചെയ്തിട്ടാ പൊട്ടി കഴിയുമ്പോൾ ശങ്കരനെ വിളിക്കണം. ഒരു മിനിറ്റ്, ഞാൻ ഫ്രണ്ടിൽ വരാം. കുളത്ത് ശരിക്കും നിവരണ കുളത്തായിരിക്കും നല്ലത് അല്ലേ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പൊട്ടിച്ചോ. ഇവനെ താങ്ങിയുണ്ട്, വലിച്ചോ, പൊട്ടിച്ചോ. പൊട്ടി. ഇത് കടലിൻ്റെ ഒരു പ്രത്യേകതയാണ്. കല്ലുംകൂട്ടത്തിൽ ചൂണ്ടയിടുമ്പോൾ എന്തായാലും കുളത്തും സാധനങ്ങളൊക്കെ സ്പെയറുണ്ട് നമ്മുടെ ഇത്. പൊട്ടിയാലും വിഷയമില്ല, ഇറങ്ങിയെടുക്കാനായിട്ടൊരു രക്ഷയില്ല. ഇവിടെയൊക്കെ ഇറങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ആൾ പോവും. അപ്പോൾ അടുത്ത ചൂണ്ട കെട്ടിട്ടോ. ശങ്കരൻ ഇട്ടുമടുത്ത് കൊത്ത് കുറവാണ് ഗ്യാസ്. ഇട്ടുമടുത്ത് ശങ്കരൻ ഫുഡടി കഴിഞ്ഞു. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഏകദേശം ഒരു 11 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നാലേ ഒരു കൂട്ടത്തിന് എന്തായാലും പിടിക്കണം. ഫ്രണ്ട്സ്, 2 വഞ്ചിക്കാർ
വഞ്ചിയിൽ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. അവർ 2 വഞ്ചിയിൽ ഇരുന്നിട്ട് വലയിട്ട് പോവുകയാണ്. ഇത് കോരി പിടിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നുണ്ട്. കരയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് അവർ വലയിട്ടേക്കുന്നത്. 2 ഇതിലും കയറാണ് കെട്ടിയിട്ടേക്കുന്നത്. വല വെള്ളത്തിൽ ഇങ്ങനെ തോട്ടിട്ടിട്ട് ഒരു വല വലിക്കുകയാണ് ഞാൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഷിബുവിൻ്റെ ചൂണ്ട പൊട്ടിയതിന് ശേഷം ആള് വേറൊരു ട്രിക്കിലാണ്. അതെന്തിട്ടാ ആള് ഏരി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. എന്താ നീൻ്റെ കുട്ടിയാണല്ലോ? എന്തെങ്കിലുള്ളത് അമ്മൂറിൻ്റെ കുട്ടി. അമ്മൂറിൻ്റെ ഒരു ചെറിയ അമ്മൂറിൻ്റെ കുട്ടി അതിന് വിടാല. അത് 10-20 കിലോ വലിയ വലിപ്പമാണ് മീനാണ്. അപ്പോൾ നമ്മളത് കിട്ടും. വലുതോരണം വന്ന് പിടിച്ചാൽ കോളായാനെ പിടിക്ക്. വലുതോരണം കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് കുറേ നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മുള്ള് നമ്മുടെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയാക്കി കൊടുക്കും. അപ്പോൾ അതിനെ പിടിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് വേണം അതിനെ പിടിക്കാൻ, മുള്ളു കൊള്ളാണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 2 വിരലും ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഈ തള്ള വിരലും കൊണ്ട് അടിയിൽ പിടിക്കുക. എന്നിട്ട് വേണം ഇതിൻ്റെ വായിൽ നിന്ന് ഹുക്ക് റിലീസ് ചെയ്യാൻ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുള്ള് ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ കൊള്ളില്ല. അല്ലെങ്കിൽ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോര വരും. നല്ല കട്ടുകൾക്ക് കൊടുക്കും. അത്യാവശ്യം സൈസ് ഉണ്ട്. ഏകദേശം ഈ മീൻ ഈ സൈസ് ആവുമെന്ന് തോന്നുന്നു. ഇതിന് വലുതാവും. ഇതിന് വലുതാവുമെന്നൊരു ശരിയാണ്. അതായത് ഇവിടുന്ന് കിട്ടാവുന്നതിൽ ഒരു വലുപ്പമുള്ള മീനാണ്. കൊച്ചു കുറവാണ് ഗൈസ്. അപ്പം നമ്മുടെ കൂടുതൽ കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പല്ലിക്കോരപിടുത്തം ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാര്യമായിട്ടുള്ള മീൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വളരെ കുറച്ച് മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കിട്ടിയതിൽ ഒരു കിലോ മീനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു ഇതിൽ തികച്ചില്ല. അപ്പോൾ മീൻ കിട്ടിയില്ല എന്ന് കരുതി ഞങ്ങൾ നിരാശരല്ല. നിരാശ നമുക്കൊന്നും നൽകുന്നില്ല. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്.